ഗൈസ് അപ്പോൾ നമുക്കിന്ന് ഷാരങ്ങിനെ വിളിക്കാൻ പോയാലോ? വാ. ഞാനും ഗൗതവും ഗോകുലുമാണ് സാരംഗസീനെ വിളിക്കാൻ പോണത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നടന്നു പോവാണ്. ഇതാണ് അവൻ്റെ വീട്ടിലോട്ട് പോണ വഴി കേട്ടോ. ഈ പോണത് സാരംഗിൻ്റെ വീട്ടിലോട്ട് പോണ ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോകുൽ ആദ്യം ചെന്ന് ചോദിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവന് പനി ചുമയൊക്കെയാണ്, അപ്പോൾ വിടുന്നില്ലാന്ന്. ഗൈസ് നമ്മൾ ഷാരങ്ങിനെ വിളിക്കാൻ ചെന്നു, പക്ഷെ അവന് പനിയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. സാരംഗിനെ വിടത്തെ സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ മൽബറി ഉണ്ട്. അപ്പം മൽബറി വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം മേളിലായതുകൊണ്ട് കുലുക്കിയിട്ടൊന്നും ചാടണില്ല. അപ്പോൾ ഗൗതവും ഗോകുലും സൈക്കിളിൻ്റെ മേളിൽ കയറി നിന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേളിൽ കുറേ നല്ല പഴുത്ത മൽബറി ഉണ്ട്. അപ്പോൾ അവന്മാരെ മേളിൽ കയറി പറിച്ചു. ഇത്രയും മൽബറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവർ സൈക്കിളിന് പോവാണ്, ഞാൻ നടന്നു പോവാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഗൗതം നേരെ പോയിട്ട് ഈ സൈഡിലുള്ളൊരു കാനയിലേക്കാണ് കേട്ടോ. ഈ കാനയിൽ ഇവിടെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ പോയി. അപ്പം ഞാനും പോയി കേട്ടോ കൂടെ. എന്നിട്ട് ഇതേ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ മേത്തോട്ട് വെള്ളം എടുത്ത് ഒഴിച്ച്. അപ്പോൾ ഗൂഗിളാണെന്നുണ്ടെങ്കിൽ ചെരുപ്പെടുത്ത് ഒറ്റയാതെ പറഞ്ഞു. പിന്നെ ചെരുപ്പൊക്കെ പിടിക്കാനായിട്ട് അവിടെ കുറേ നേരം നിന്നു. എന്നിട്ട് ഞങ്ങൾ പോവാണ്. ഇനി കയറി പോകാൻ. അപ്പോൾ ഞങ്ങൾ കാലിട്ട് നല്ല അടിയൊക്കെ അടിച്ച് ഗോകുലൊക്കെ നനച്ച്